ലൂക്കോസ് 8 ആദ്യ ഭാഗം ഒന്ന് വായിച്ചു. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോട് കൂടെ 12 വരും. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി. യേശുവിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? 12 ശിഷ്യന്മാർ. പിന്നെ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം കിട്ടിയ ചില സ്ത്രീകൾ 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരി മറിയയും. 7 ഭൂതം അവളെ ബാധിച്ചപ്പോൾ അവക്കുണ്ടായ ആ ഭീകരാവസ്ഥ. ഇന്നലെ ഞാനൊരാളെ കണ്ടെന്നേ, അദ്ദേഹത്തിന് പൈശാചി ബന്ധനം കയറിയിട്ട് പറയാം, ബ്രദറെ എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം, കൊളസ്ട്രോൾ കൂടുന്നു, അത് കൂടുന്നു, പോയി ചെക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഒരു പ്രശ്നം എനിക്കില്ലെന്നാ ബേസിക്കലി പറയുന്നു. പ്രാർത്ഥിച്ചപ്പം ബന്ധനം അഴിഞ്ഞു, ദുരാത്മാവ് ഇറങ്ങി വെളി വന്നു. സ്തോത്രം. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ആര് കൊണ്ടുവന്നാ? അങ്ങനെയാണെങ്കിൽ 7 ദുരാത്മാക്കൾ ബാധിച്ചിരുന്ന സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ ഓർത്തു. അവൾ ആ വിടുതൽ പ്രാപിച്ചതിന് നന്ദിയുണ്ട്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയും. വായിക്കാം. ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നാൻ. അവളുടെ വലിപ്പം നമ്മൾ ഓർത്തില്ല. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്ത്രീ ആണല്ലോ നമ്മൾ എന്ത് ചെയ്തില്ല. ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ ഈ സ്ത്രീ അവളുടെ വലിപ്പവും അവളുടെ ശ്രേഷ്ഠതയും നോക്കാതെ അവളുടെ കർത്താവിന് വേണ്ടി പോയി. അടുത്ത വാക്യം. കൂസയുടെ ഭാര്യ യോഹന്നയും ശൂഷന്നെയും തങ്ങളുടെ വസ്തുവകകളെ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകൾ കിട്ടുമെന്നും കൊണ്ടല്ല അവര് നടക്കുന്നത്. ഇന്നത്തെ യോഹത്തി പോകുമ്പോൾ എന്ത് വസ്തുവക കിട്ടുമെന്നല്ല, പിന്നെ എന്തെന്റെ കർത്താവിന് കൊടുക്കാം. കിട്ടുമെന്നുള്ളതിനൊരു സംശയമില്ല കേട്ടോ. അത് ഞാൻ എഴുതി വെച്ച് തരാം. എൻ്റെ നാമനിമിത്തം വീടോ നിലങ്ങളോ നീ കൊടുത്താൽ ഈ ലോകത്ത് വെച്ച് തന്നെ 100 മടങ്ങ് തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്ത്. ആർക്കാ? യേശുവിനും ആ കൂട്ട് ശുശ്രൂഷകർക്കും ശുശ്രൂഷ ചെയ്യണം. കയ്യെ പിടിച്ച് പറ, യേശുവിനെ മാത്രം പിടിച്ചാൽ പോരെന്ന് പറ. കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിനെയും കർത്താവിനെ തന്നെ വിളിക്കുന്ന കർത്താവിന് അത്ര ഇഷ്ടമില്ല. കയ്യെ പിടിച്ച് പറഞ്ഞ്, കുറേ നാളായല്ലോ കർത്താവിനെ വിളി തുടങ്ങിയിട്ട്. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞ്, കുറേ നാളായല്ലോ കർത്താവിനെ തന്നെ ഒരു വിളി. ആ വിളി വേണ്ടെന്ന് പറ. ആരെയും കൂടെ വിളിക്കണം. ശിഷ്യന്മാരെയും കൂടെ വിളിച്ചാലേ കർത്താവിന് അത്ഭുതം ചെയ്യാനൊരു ബലമുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു മരിച്ചതിനെ ഉയർപ്പിക്കണേ പോലും അതിൽ 3 എണ്ണത്തിനെയും കൂടെ കൊണ്ടുപോയേ ചെയ്യുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു മഹത്വത്തിന്റെ പ്രത്യക്ഷത ഒന്ന് കാണിക്കണേ പോലും മലയിലോട്ട് ഇതിലൊരു 3 പേര് വേണം. കർത്താവിന് കൂടെയുള്ളവരില്ലെങ്കിൽ, അതും ഈ മീൻ ഇണക്കുന്ന സൈസൊക്കെ, എന്നെ പോലുള്ള സൈസൊക്കെയാ, അതിനെയൊക്കെ കൂടെ നിർത്തിയ കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കർത്താവിന് പവറാണ്. ആമേൻ ആമേൻ ആമേൻ. ഹോശന്നയൊക്കെ പറയാൻ കുറച്ച് പിള്ളേരുണ്ടെങ്കിൽ ചില പവറാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവര് ഹോശന്ന പാടിയപ്പോൾ നാട്ടുകാർ അവിടെ എന്ത് ചെയ്തു? അവരുടെ വസ്ത്രമെടുത്ത് നിലത്തിട്ടു. കൈ പിടിച്ച നിലത്ത് കഴുതയുടെ മുമ്പിലൊന്നും വിടണ്ട, ഇച്ചിരി ഉടയുന്നതെങ്കിലും ഒന്ന് സഹിക്കാൻ പറഞ്ഞു. കയ്യെ പിടിച്ച് പറഞ്ഞു. നല്ലപോലെ എന്ത് ചെയ്യും? വസ്ത്രം ഉടയും, പൊടി പറ്റും, പൊടി പറ്റും, വേർക്കും. അങ്ങനെ അവിടെ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കാൻ മനസ്സുള്ള മക്കൾ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ ആമേൻ. നിന്നെ ആലയത്തിനകത്ത് വെച്ച് അവൻ സൗഖ്യമാക്കും. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പൊ ആർക്ക് ശുശ്രൂഷ ചെയ്യണം? യേശുവിനും ചെയ്യണം, ശിഷ്യന്മാർക്കും ചെയ്യണം, സഭയ്ക്ക് ചെയ്യണം. അത് കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. നല്ല കർത്താവിന് നന്ദിയോടെ സ്തോത്രം. യേശുവിന് നല്ല ഉമ്മ കൊടുക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്കും കൊടുത്തു. ഹല്ലേലൂയ. യേശുവിന് നല്ല ഒരു സ്നേഹചുംബനം കൊടുക്കണം. ഇതാ യേശു. സ്തോത്രം. അങ്ങനെ വചനം പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമൊന്നുമല്ല, എൻ്റെ തിയോളജി ഒന്നുമല്ല. ആണോ അല്ലയോ? യേശുവിനിട്ട് വേല വെക്കേണ്ടിയവർ, അതിനുള്ള പണിയും പറഞ്ഞുതരാം. ഇവർക്കിട്ട് വേല വെച്ചാൽ മതി. യേശുവിനെ കുറ്റം പറയേണ്ടവർക്ക് ഇവരെ പറഞ്ഞാൽ മതി. യേശുവിനെതിരെ വാട്സാപ്പിൽ പ്രചരിപ്പിക്കേണ്ടിയവർ എന്ത് ചെയ്യണം? ഇവർക്കെതിരെ ചെയ്താൽ മതി. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കണം. രഹസ്യത്തിൽ തിരുത്തണം, പരസ്യത്തിൽ മറയ്ക്കണം. സ്നേഹം മുൻകഴിഞ്ഞ പാപങ്ങളുടെ തെറ്റ് സൂക്ഷിച്ചു വെക്കുന്നില്ല. ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് റോങ്സ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ തെറ്റുകൾ സൂക്ഷിച്ചു വെക്കരുത്.
എല്ലാം തീയിലിട്ടേക്കണമെന്ന് പറയാം. 18 എല്ലാം തീയിലിട്ടേക്കണമെന്ന് ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞു. 18 ഓഗസ്റ്റിൽ അച്ചായൻ അങ്ങനെ പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, അതൊന്നും ഇന്ന് കൊണ്ടുവരണ്ട കൈ പിടിച്ച്. 19 വേണ്ടെന്ന് ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞു. മുഴുവൻ എവിടെ ഇട്ടേക്കണം? അതിനാണ് ഇന്ന് തീ കൂട്ടുന്ന ദിവസമാണ്. ഇന്ന് തീ കൂട്ടുന്ന ദിവസമാണ്. ഇന്ന് തീ കൂട്ടുന്ന ദിവസമാണ്. ഹൃദയത്തിനകത്തിരിക്കുന്ന കയ്പുകൾ, ആരോടൊക്കെയുള്ള ഭാരങ്ങൾ എല്ലാം ഇന്ന് തീയിലിട്ടിട്ട് വേണം പോകാൻ. നമ്മുടെ ദുഷിച്ച ദുർഗന്ധങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് വാരി വലിച്ചിട്ടിട്ട് അവൻ്റെ നല്ല സുഗന്ധത്തിൻ്റെ സെന്റ് അടിച്ചോണ്ട് പ്രാർത്ഥന എന്ന ധൂപവർഗം, സ്തുതി എന്ന ആരാധന എന്ന ധൂപവർഗം ഉയർത്തുന്ന മക്കളൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ പെറുപെറുക്കരുത്. കയ്യെ പിടിച്ച പറ, പെറുപെറുക്കരുത്. എല്ലാം ബെസ്റ്റ് ഒരുക്കി വെച്ചിരിക്കുക. സോറി പറഞ്ഞേ. പെറുപെറുത്തോരെല്ലാം 2 കൈ ഉയർത്തി സോറി പറഞ്ഞു. അപ്പൊ ഇവര് ഗലീലയിൽ നിന്ന് വന്ന ഗലീലായിൽ കർത്താവിൻ്റെ കൂടെ കൂടിയേ. ഹോൾ മിനിസ്ട്രിയിൽ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? കർത്താവിൻ്റെ കൂടെ. ഇനി അടുത്ത മീറ്റിങ്ങിന് എന്താ വിടുതലെന്നും പറഞ്ഞല്ല നടന്നത്. എന്ത് കൊടുക്കാം, എന്ത് കൊടുക്കാം, എന്ത് കൊടുക്കാം? നമ്മളെല്ലാം അങ്ങനെ ഒന്നാകണ്ടേ? നമുക്കൊന്നുകൂടെ മാനസാന്തരപ്പെടാം. അങ്ങനെ ഓടി നടന്ന് 3.5 കൊല്ലം കൂടെ നടന്നു. 3.5 കൊല്ലം കൂടെ നടന്ന ഒടുവിൽ ഉത്സവത്തിന് വേണ്ടി എങ്ങോട്ട് പോയി? യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ വെച്ച് യേശുവിനെ അറസ്റ്റ് ചെയ്തു, ക്രൂശിച്ചു. വായിക്കാം, ക്രൂശിന്റെ ചുവട്ടിലോട്ട് വരാം. 23:50 മുതൽ. അരിമത്യ എന്നൊരു യഹൂദിയ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി കൈവിടുതറ. ചുമ്മാ കൊച്ചു പാർട്ടികൾ മാത്രമല്ല, വലിയ പാർട്ടികളും ഉണ്ടെന്ന് പറ. ജോസഫ് എന്നൊരു മന്ത്രി. ഇന്ന് ടി വിയിലൂടെ എങ്ങാനും കേൾക്കുന്ന പോലെ മന്ത്രിമാരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മന്ത്രി ആയിരിക്കും, MLA ആയിരിക്കും, MP ആയിരിക്കും, നിനക്ക് ആ സ്ഥാനം തന്ന കർത്താവ്. നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്നെ കർത്താവ് മാനിക്കും. ജോസഫ് എന്നൊരു മന്ത്രി. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. സ്തോത്രം. നിനക്ക് കിട്ടിയ സ്ഥാനങ്ങളിൽ വേണ്ടാത്ത ആലോചനയ്ക്കൊന്നും നീ എന്ത് ചെയ്യരുത്, കൂട്ട് നിൽക്കരുത്. യേശുവിനെ ക്രൂശിക്കുന്ന ആലോചനയ്ക്ക് ആര് കൂട്ടുനിന്നില്ല? ഞാനിതിനില്ലെന്ന് പറഞ്ഞു. എൻ്റെ വോട്ടതിന് ഇല്ല, ധൈര്യത്തോടെ പറഞ്ഞു. അടുത്ത വാക്യം. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. മാത്രമല്ല, യേശുവിന്റെ ശരീരം അവിടെ കിടക്കാൻ പാടില്ല. ഇനിയിപ്പോ അവിടെ കിടന്നാ തന്നെ എൻ്റെ കാര്യം സാധിച്ചില്ലേ? നോ, ഈ ശരീരം അവിടെ കിടക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞ നന്ദിയുടെ കുറേ സാധനങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അടുത്ത വാക്യം. അതിറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു. പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയാന്ന് മറ്റോടത്തൊന്ന് മനസ്സിലാകുന്നു. തനിക്കായിട്ട് വെച്ച കല്ലറ, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ. വായിക്കാം. അന്ന് ഒരുക്കനാൾ ആയിരുന്നു. കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാൾ ആയിരുന്നു. ശബത്തും. ഒരുക്കനാൾ എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ചയാണ് ക്രൂശീകരണം നടന്നത്. അത് ഒരുക്കനാളാണ്. ശനിയാഴ്ച ആണ് അവരുടെ ശബത്ത്. വൈകിട്ട് 6 മണിയാകുമ്പോൾ ശബത്ത് തുടങ്ങുമെന്നാണ് മനസ്സിലാകും. വെള്ളി വൈകിട്ട്. ശബത്തും ആരംഭിച്ചെന്നിരിക്കുന്ന വൈകിട്ട് 6-ന് ഇത് തുടങ്ങും. വെള്ളി വൈകിട്ട് 6-ന് തന്നെ ശബത്ത് തുടങ്ങും. ശബത്തും ആരംഭിച്ചു. വായിക്കാം. ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോകുന്ന സ്ത്രീകളും. മനസ്സിലായോ എവിടുന്ന് പോകുന്ന? അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ വല്യപ്പച്ചൻ്റെയൊക്കെ കാലത്ത് വള്ളത്തേലും നടന്നുമൊക്കെ കോട്ടയത്തിന് വരുന്നു. ഈ 10 കിലോമീറ്റർ ദൂരം അന്നത്തെ കാര്യം വള്ളത്തേലും ഒക്കെ പോകണമെങ്കിൽ ഒരു ദിവസത്തെ പരിപാടിയാണ്. ഏകദേശം 70 മൈൽ ദൂരം ഗലീലായിൽ നിന്ന് ഇവരെന്ത് ചെയ്തിരിക്കുക? വരിക എന്ന് പറഞ്ഞാൽ പലയിടത്ത് തങ്ങിയും താമസിച്ചു. അറിയരുതോ? പഴയ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ഗലീലായിൽ നിന്ന് തന്നോടുകൂടെ പോകുന്ന സ്ത്രീകളുടെ ലിസ്റ്റ് മുമ്പേ വായിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. സ്ത്രീകളും വായിക്കാം. കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് അവരെന്തോ കണ്ടു? കല്ലറയും കണ്ടു. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു വല്ല കാര്യമുണ്ടോ? പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വായിക്കാം. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി. എന്തിനു വേണ്ടി? എല്ലാം തീർന്നു. ഇവരുടെ നാടല്ല, ഇവർ വേറെ സിറ്റിയാ. അവിടെ പോയി എന്ത് ചെയ്തു? സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി. തുടക്കത്തിലും അവർ നന്ദിക്കാരാ, ഇപ്പോഴും അവരാര് തന്നെയാ. തുടക്കം മുതൽ ഒടുക്കം വരെ ഇടയ്ക്ക് വെച്ച് അവരിട്ടേച്ചു പോയില്ല.
ഒടുക്കം വരെയും നന്ദി. വായിക്കാം. കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. യഹൂദന്മാരുടെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു? ശബത്തിലൊന്നും ചെയ്യാതെ സ്വസ്ഥമായിരുന്നു. അടുത്ത വാക്യം. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്ക് അതികാലത്തെ സമയത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയായിരുന്നു. അവരിങ്ങോട്ട് വല്ലതും കിട്ടാനാണോ പോയത്? പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ധനം അവരുടെ കയ്യിൽ ദൈവം കൊടുത്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്. അവർ നോക്കി കണ്ടു. താട്ട് വായിക്കാം. അതികാലത്ത് കല്ലറയ്ക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നപ്പോൾ കർത്താവായ ഇവർ വന്ന വഴിക്ക് പറഞ്ഞ കാര്യം മർക്കോസ് എഴുതിയിട്ടുണ്ട്. കല്ല് ആർ നമുക്ക് വേണ്ടി വല്ല ഉരുട്ടിമാരേണ്ടി വന്നോ? കഴിച്ച നീ നന്ദിയിൽ അങ്ങ് മുമ്പോട്ട് പോയാൽ മതി എന്ന് പറ. നിന്റെ നന്ദി കല്ലുകളെ ഉരുട്ടി മാറ്റും. കല്ല് ഉരുട്ടി മാറ്റിയതായി കണ്ടു. താട്ട് വായിക്കാം. അകത്ത് കിടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച്. നിങ്ങളുടെ നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ അന്ന് പറഞ്ഞില്ലായിരുന്നോ മനുഷ്യപുത്രൻ പാപികളെ? അന്ന് അവർക്കത് പിടികിട്ടിയില്ല. ഏൽപ്പിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ കയ്യെ പിടിച്ച് പറ, വചനത്തിലെല്ലാം ഉണ്ടെന്ന് പറ. നിനക്ക് പിടികിട്ടിയില്ലെന്ന് പറ. നിനക്ക് പിടികിട്ടിയില്ലെന്നേ ഉള്ളെന്ന് പറഞ്ഞേ. ഇതൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഇതിനകത്തുണ്ടെന്ന് കയ്യെ പിടിച്ച് പറഞ്ഞേ. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പേടിക്കുമൊന്നും വേണ്ട. ഇതിൻ്റെ അപ്പുറത്ത് വിടുതലൂടെ ഉണ്ട്. അതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ വായിച്ചില്ലായിരുന്നു. അതുതന്നെയാണ് ലൂക്കോസ് 24 ഈ 24 താട്ട് വായിക്കുമ്പോൾ അന്ന് തന്നെ 2 പേർ എമ്മൗസിലോട്ട് പോകുന്നില്ലേ? ഇല്ലേ? അവരോട് യേശു നടന്നു ചെല്ലുകയാണ്. നിങ്ങളെന്തായി പറയുന്നതെന്ന് ചോദിച്ചു. നീ ഒരുത്തം മാത്രം അറിഞ്ഞില്ലേ? വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്ന യേശുവിനെ അവർ കുറിച്ചുകൊണ്ട് പറയാം. അല്ലയോ മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്തവരെ, ക്രിസ്തുവിന് ഇങ്ങനെ ഒരു കഷ്ടം കൂടി ഉണ്ടെന്ന് നിങ്ങൾ എന്നെ വായിക്കാൻ. കയ്യെ പിടിച്ച് പറ, എല്ലാം വചനത്തിലുണ്ടെന്ന് പറഞ്ഞു. ആ ഭാഗം വായിച്ചില്ല, വിടുതൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? വെച്ചുള്ളൂ. ഇതിനകത്ത് വന്നാൽ കഷ്ടമുണ്ടെന്നല്ല, ചില പോരാട്ടമൊക്കെ വരും, പേടിക്കൊന്നും വേണ്ട. അതിനേക്കായി വലിയ മഹത്വത്തോടെ കല്ലുകൾ ഉരുണ്ട് നീങ്ങി നിന്നെ ലോകരാജ്യങ്ങളിൽ അത്ഭുതമാക്കുന്ന ദൈവപ്രവൃത്തിയും കൂടെ ഉണ്ട്. വായിച്ചോളും. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നേ. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞേ. ഒന്നുകൂടെ കൈ പറഞ്ഞ സ്ഥിരം ചില ഭാഗം മാത്രം വായിച്ചാൽ പോരെന്ന് പറഞ്ഞു. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞു. അപ്പുറത്തൊക്കെ വേറെ കുറച്ച് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടെ എന്ത് ചെയ്യണം? വായിച്ചാ മതി. അടുത്ത വാക്യം. അവർ അവന്റെ വാക്ക് ഓർത്തു. നമ്മൾ വേറെ ആരുടെയും വാക്ക് ഓർക്കണ്ട. നമുക്ക് സമാധാനം തരാൻ ഒറ്റ വാക്കുള്ളത് ആരുടെ വാക്ക്? ഓ സ്തോത്രം. ഈ വർഷം വചനത്തിലേക്ക് തിരിയുമോ? ഈ വർഷം വചനം ഓർക്കുന്ന വർഷമാക്കുമോ? ഇനിയുള്ള നാളുകൾ വചനം അപ്പുറം ഇപ്പുറം എല്ലാ സ്ഥലവും വായിക്കുന്ന വർഷമാക്കുമോ? വചനത്തിലേക്ക് തിരിയുന്ന നീ നിന്റെ ജീവിതത്തിൽ ഉയർച്ചകളുടെ പ്രതിസന്ധികളൊന്നും നിന്നെ ബാധിക്കത്തില്ല. അതിനപ്പുറത്തുള്ള ദൈവപ്രവൃത്തികൾ നീ കാണും. അടുത്ത വാക്യം. അവർ അവന്റെ വാക്കോർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി. 11 കല്ലറ വിട്ടവർ മഹാസന്തോഷത്തോടെ പോയെന്ന്. ഒട്ടും സന്തോഷിക്കാൻ പറ്റാത്ത വിഷയമുള്ളവരോട് ഇരിപ്പുണ്ട്. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് സന്തോഷിച്ചു. നിനക്ക് നല്ലതേ വരത്തുള്ളൂ. അടുത്ത വാക്യം. 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. ഇവര് പോയി എന്ത് ചെയ്തു? ഈ 11 പേര് പോകുന്നില്ല കേട്ടോ. മറ്റേ ഗലീലയിൽ നിന്ന് പോകുന്ന കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു. സുഗന്ധവർഗം കൊണ്ട് വന്നവൻ 11 പേര് പതുക്കെ എന്ത് ചെയ്തു? വലിഞ്ഞവിടെ തന്നെ ഇരുന്നു. ഇവരോടിപ്പോയി ആരോട് പറഞ്ഞു? ഈ 11 പേരോട് എന്ത് ചെയ്തു? 12 പേരാ തുടങ്ങി. ഒരുത്തം പോയി, അറിയാമല്ലോ, യൂദ. ഇപ്പൊ ആരേ ഉള്ളൂ? മുമ്പേ നമ്മൾ വായിച്ച ലൂക്കോസ് 8 12 പേരെന്നാണ് എഴുതിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ എത്രയേ ഉള്ളൂ? ആ പുള്ളി ഇതിനകത്ത് നിന്ന് എന്തോ അടിച്ചു മാറ്റാമെന്നാണ് നോക്കിയത്.
മറ്റവരെല്ലാം ഇദ്ദേഹത്തിന് കൊടുക്കാമെന്നാണ് വിചാരിച്ചു. കയ്യെ പിടിച്ച് ചോദിച്ചു എന്താ പ്ലാനെന്ന് ചോദിച്ചു. കൊടുക്കാനാണോ അടിച്ചു മാറ്റാനാണോ ഒന്ന് ചോദിച്ചേ. സ്തോത്രം. ഇതാ കൊടുക്കാൻ ആഗ്രഹിച്ചവർ ഒടുവരെ നിപ്പുണ്ട്. കൊടുക്കാൻ വന്ന മക്കൾ ഒടുവരെ നിപ്പുണ്ട്. അവന് കൊടുക്കാൻ വന്നവരിവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ചേ ദൈവം. അടുത്ത വാക്യം. അവർ ആരെന്നാൽ കണ്ടോ, പഴയ ലിസ്റ്റ് എടുക്കുക. അവർ ആരെന്നാൽ മഗ്ദലക്കാരി മറിയ. കണ്ടോ, പറ. അവൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചു വരാം. 8 ഉണ്ട് 24 ഉണ്ടെന്നോ ഒന്ന് കയ്യെ പിടിച്ചു വരാം. അവൾ 8 ഉണ്ട്, 24 ഉണ്ട്. 11 പേര് ഇവിടെ ഇരിക്കുക. 8 ഇവിടെ ഇല്ല, 24 ഒരുത്തനെ കാണാനേ ഇല്ല. സ്തോത്രം. അടുത്ത വാക്യം. യോഹന്ന യാക്കോബിന്റെ അമ്മ മറിയ. കണ്ടോ, പഴയ പാർട്ടി എല്ലാം ഉണ്ട്. യോഹന്ന ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ യാക്കോബിന്റെ അമ്മ മറിയ, അമ്മ മറിയ എന്നിവർ പോയിട്ടില്ല. എന്നിവരും അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും. അവരോട് കൂടെയുള്ള മറ്റേ പഴയ ലിസ്റ്റിലെ പുള്ളിക്കാരത്തികള് അവരും അപ്പോസ്തലന്മാരോട് അത് പറഞ്ഞു. കണ്ടോ, അവർ അപ്പോസ്തലന്മാരോട് ദൂത് പറയുന്ന പാർട്ടികളാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കയ്യെ പിടിച്ച് പറ, നിന്റെ സുഗന്ധവർഗം ഒരിക്കലും താഴെ പോകരുത്. സ്വോത്രം. ശവത്തെ പുരട്ടാൻ കൊണ്ടുവന്ന സുഗന്ധവർഗം ലോകത്തിന് കൊടുക്കുന്ന സുഗന്ധവർഗമായിട്ട് കർത്താവ് മാറ്റിക്കൊടുത്തു. കല്ലറയിലേക്ക് നീ കൊണ്ടുവന്ന കണ്ണുനീരിന്റെ സുഗന്ധവർഗം അപ്പോസ്തലന്മാർക്ക് വിളമ്പുന്ന ലോകരാജ്യങ്ങൾക്ക് ഉയർപ്പിന്റെ സുവിശേഷം കൊടുക്കുന്ന സുഗന്ധവർഗമാക്കി മാറ്റിയ കർത്താവിനെ ഒന്ന് കരമടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. ഈ ശവത്തെ പുരട്ടുന്ന സെന്റിന്റെ മണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ കല്ലറ വന്ന് ദൂതനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് വേറെ സെന്റായിട്ട് മാറി. നല്ല അടിപൊളി സെന്റായിട്ട് മാറി. ജീവന്റെ സെന്റായിട്ട് മാറി. മരണത്തിന്റെ വാസന ജീവന്റെ വാസനയായിട്ട് മാറി. സഹോദരിമാരുടെ കണ്ണ് തുറന്നു, അവരുടെ മുഖം പ്രകാശിച്ചു, അവരുടെ കാലിലൊരു നൃത്തം. കരമടിച്ച് വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. കയ്യെ പിടിച്ച് പറ, അവന്റെ കൂടെ ഗലീലായിൽ വന്ന നിന്നെ തല കുനിച്ച്, ഗലീലായിൽ നിന്ന് വന്ന നിന്നെ പറ തല കുനിച്ച് തിരിച്ച് ഗലീല വിടത്തില്ല. തല ഉയർത്തി ചങ്കു വിരിച്ച് ആർപ്പോടെ നിന്റെ നാട്ടുകാരുടെ അടുക്കലേക്ക്, നിന്റെ വീട്ടുകാരുടെ അടുക്കലേക്ക് മടക്കി അയക്കുന്ന കർത്താവിനെ ഒന്ന് കണ്ടോണ്ട് ആർപ്പോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്